നമസ്കാരം, ഞാൻ ശ്രീജയാണ്. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ എപ്പിസോഡ് 22 ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. ഡേ 21 ആണ്. അപ്പോൾ ലാലേട്ടൻ വന്ന് ബിഗ് ബോസിനോട് സംസാരിച്ചതിന് ശേഷം നേരെ ഹൗസിലേക്കാണ് കാണിക്കുന്നത്. ഹൗസ് മേറ്റ്സ് എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നു. ഗബ്രിയോട് ഈസ്റ്റർ സന്ദേശം എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഗബ്രി ഈസ്റ്ററിനെ കുറിച്ചും ഗബ്രിയുടെ അനുഭവം ഈസ്റ്റർ ആഘോഷിച്ചിരുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ അവർക്കൊരു സമ്മാനം, ഈസ്റ്റർ സ്പെഷ്യൽ സമ്മാനം സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവർ പോയി എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഹാപ്പിയായി. കുറച്ച് കേക്കും കേക്ക് അവർക്ക് ഫുഡ് ഐറ്റംസാണ് ഒക്കെ ഉണ്ട്. അവർ ഹാപ്പിയായി കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഈസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാമായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഗബ്രിയുടെയും ശരണ്യയുടെയും ഡാൻസോട് കൂടിയാണ് പ്രോഗ്രാംസ് ആരംഭിച്ചത്. അവർ നന്നായിട്ട് ചെയ്തു. അതിനുശേഷം യമുനയുടെ നേതൃത്വത്തിലുള്ള അവരുടെ ഒരു ടീമിൻ്റെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ അവരെല്ലാവരും തന്നെ, അതായത് യമുനയും ജാസ്മിനല്ല അപ്സരയും പിന്നെ അൻസിബ, ഋഷി, അങ്ങനെ അവർ ശ്രീരേഖ നല്ല മേക്ക് ഓവറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. രതീഷിൻ്റെ ഒരു ക്യാരക്ടറായിട്ടാണ് ശ്രീരേഖ വന്നത്. അതേപോലെ തന്നെ അപ്സര ജാസ്മിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അൻസിബ ഉണ്ടായിരുന്നു. അൻസിബ നോറയുടെ ഒരു ക്യാരക്ടർ ഒഴിച്ചായിരുന്നു വന്നത്. അങ്ങനെ അവർ നന്നായിട്ട് എല്ലാവരും ചെയ്തു. അതിനുശേഷം വന്നത് ആ ഒരു പ്രോഗ്രാം എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ ഇവരുടെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അതിനുശേഷം ലാലേട്ടൻ പറയാണ്, നിങ്ങളെല്ലാവരും എന്ത് നല്ല മിടുക്കരാണ്, നിങ്ങൾക്കെല്ലാം എന്തൊരു കഴിവുകളൊക്കെയാണുള്ളത് എന്ന് വെച്ചാൽ ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത്, മക്കളെ നിങ്ങളെല്ലാം കഴിവുള്ളവരാണ്, നിങ്ങളൊന്ന് ഇറങ്ങി കളിക്കൂ, ഗെയിം കളിക്കൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പിന്നെ ഈ ഒളിഞ്ഞിരിക്കുന്നവരും പതുങ്ങിയിരിക്കുന്നവരും ഒക്കെ അങ്ങനെ ഇരിക്കാതെ ഗെയിമൊക്കെ ഒന്ന് ഓണാക്കുക എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവരും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും കഴിവുണ്ട്, അപ്പം ചെയ്തൂടെ എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം പിന്നെ അതിനു മുമ്പ് നമ്മുടെ ജാൻമണിയുടെയും ജിൻഡോയുടെയും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് അവരത് ചെയ്തു. ലാലേട്ടനും ഭയങ്കര സന്തോഷമായി. ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ്റെ പഴയ കാലത്തേക്ക് ലാലേട്ടനെ കൊണ്ടുപോയതായിട്ട് പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് അവർ ചെയ്തു. അവർ തമ്മിലൊരു കോംബോ ലാലേട്ടൻ തന്നെ ഇട്ട് കൊടുത്തു. ജിൻജാൻ എന്നുള്ളൊരു കോംബോ ലാലേട്ടൻ തന്നെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വർക്കാവോ ഇല്ലയോ നമുക്ക് നോക്കാം. ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളിനി ജിൻജാൻ എന്നുള്ള പേരിലെ വലിയ പ്രോഗ്രാമൊക്കെ പിടിക്കുമോ ഭാവിയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാൻമോട് അയ്യോ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രസമാണ്, തമാശയൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീരേഖ രതീഷിൻ്റെ ക്യാരക്ടറായിട്ട് നിന്ന് സ്കിറ്റിൻ്റെ ഇടയിൽ രതീഷിൻ്റെ ഉണ്ട പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീരേഖയുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ വേഷത്തിൽ തന്നെ ഈ രതീഷിൻ്റെ ക്യാരക്ടർ വേഷമായിരുന്നു, മീശയൊക്കെ വെച്ചിട്ടുള്ളത്, ഇതിൽ തന്നെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടോ ചോദിക്കും. ശ്രീരേഖയുടെ വക ഒരു പാട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ ഫാഷൻ ഷോയെ. അതിപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത്, നിങ്ങളെല്ലാം എന്ത് നല്ല ടാലൻറ്റഡ് ആണ്, എല്ലാവർക്കും എന്ത് കഴിവുകളുള്ളവരാണ്, നിങ്ങളെല്ലാവരും മിടുക്കന്മാരാണ്, അതായത് എല്ലാവർക്കും കഴിവുണ്ട്, അങ്ങോട്ട് നിന്ന് ഗെയിം കളിക്കൂ എന്ന് ലാലേട്ടൻ പറയുകയാണ്. ഇവർക്കിത് മനസ്സിലായാൽ മതിയായിരുന്നു. ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പുഷ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വലിയൊരു സത്യം. അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. നമുക്കിത് മനസ്സിലാവുന്നുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ലാലേട്ടൻ പറയുന്നത് എന്താണെന്നൊക്കെ, പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരവിടെ നിന്ന് കളിച്ചിട്ടും ഓരോരുത്തരെയും കണ്ടിട്ടും ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ ലാലേട്ടൻ മെൻഷൻ ചെയ്യിപ്പിച്ചിട്ടും അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അത് വലിയൊരു പോരായ്മ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ലാലേട്ടൻ ശ്രീരേഖയുടെയും ജിൻഡോയുടെയും ജിൻഡോ ഇങ്ങനെ ലാസ്റ്റ് എപ്പിസോഡിൽ ജിൻഡോയോട് ശ്രീരേഖ ഒരു സ്പ്രേ ചോദിക്കുക, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. ശ്രീരേഖ ഡ്രസ്സ് മാറിയിട്ട് വന്നു. അപ്പോൾ എന്താ ശ്രീരേഖ ഒരു സ്പ്രേ കൂടെ ഒക്കെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് ക്ലിക്കായത്. അപ്പോൾ ഒരു തലേ ദിവസം ജിൻഡോയോട് മറ്റേന്തോ പാറ്റയുടെ സ്പ്രേയോ അങ്ങനെ എന്തോ സാധനമാണ് സ്പ്രേ ചോദിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ജിൻഡോ എടുത്ത് മുഖത്തേക്ക് അടിച്ചു കൊടുത്തു.
അപ്പോൾ ഇവർ ചീത്ത അങ്ങോട്ട് നല്ല ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശ്രീരേഖയ്ക്ക് എന്താ ചെയ്യേണ്ടത്, ശ്രീരേഖ എന്ത് ചെയ്യണം, എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക്. അപ്പോൾ ശ്രീരേഖ പറഞ്ഞു വേണ്ട വിട്ടേക്ക് ലാലേട്ടാ വേണ്ടാന്ന് പറഞ്ഞു. അല്ല പവർ ടീമിൻ്റെ പവർ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീരേഖ എന്ത് പണിഷ്മെൻറ്റ് കൊടുത്തേനമായിരുന്നു. ഞാനാണെങ്കിൽ ജിൻഡോ എന്ന തവളച്ചാട്ടം ചാടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതാണ് ക്രിയേറ്റീവായിട്ടുള്ള പണിഷ്മെൻറ്റ്, അല്ലാതെ നിങ്ങളിവിടെ പാത്രം കഴിപ്പിക്കുന്നതും പിന്നെ തറ തുടപ്പിക്കുന്നു അങ്ങനെയൊന്നും അല്ല. നിയമം തെറ്റിക്കുമ്പോൾ എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടോ നമുക്ക് സീസൺ 5 അഖിൽമാരാർ അവരുടെ ഒരു ടീം ശോഭയ്ക്കൊക്കെ പവറിൽ കിട്ടിയിട്ട് അവർ വന്നിട്ട് ഇവരെ ഓരോ ഗെയിം ചെയ്യിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അഖിൽ നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശോഭ വന്നിട്ടെങ്കിൽ പവർ കിട്ടിയിട്ട് എല്ലാവരുടെയും തുണിയെല്ലാം വലിച്ചെറി ഇൻവിസിബിളായിട്ടുള്ള ഒരു ഇതായിരുന്നു ശോഭയ്ക്ക്. അപ്പോൾ ശോഭ വന്നിട്ട് എല്ലാവരുടെയും ഡ്രസ്സെല്ലാം വലിച്ചെറിയിപ്പിക്കുകയൊക്കെ ചെയ്തത് ഓർമ്മയുണ്ടോ? അഖിൽമാരാർ ഇവരെ കൊണ്ടെല്ലാം നേരെ ഓപ്പോസിറ്റ് ചെയ്യിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനത്തെ ഗെയിമുകളൊക്കെ അതൊക്കെയാണ് ക്രിയേറ്റീവായിട്ട് അങ്ങനെ ആ ഒരു രീതിയാണ് ശരിക്കും അതേ ഗെയിം തന്നെയാണ് ഈ പവർ റൂം കൊടുത്തിട്ട് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലാലേട്ടൻ പറയുമ്പോൾ എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഇവർക്ക് പക്ഷേ അത് മനസ്സിലായിട്ടില്ല. ഇവർ ശരിക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പവർ കൊടുത്തതും ഇവരെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇവരത് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനും പിന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അവർ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല, നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നില്ല. അത് എടുത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ എന്തൊക്കെ രസകരമായി ചെയ്യിപ്പിക്കാം, രസകരമായിട്ട് എടുക്കും, തമാശയായിട്ട് എടുക്കും എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എടുത്താൽ മതിയായിരുന്നു. ഇനിയെങ്കിലും ഇവരത് ചെയ്യുമല്ലോ നമുക്ക് നോക്കാം. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇവർക്കൊരു പണിഷ്മെൻറ്റ് ടാസ്ക് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പോൾ പണിഷ്മെൻറ്റ് ടാസ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ഒരു ടാസ്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ജാസ്മിൻ വിളിച്ചിട്ട് നോറേനെയാണ് പറയുന്നത്. നോറയുടെയാണ് ഓപ്പോസിറ്റായിട്ട് തോന്നുന്നത്. നോറയെ വിളിക്കുന്നു. അപ്പോൾ നോറ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നോറ എല്ലാം ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കണം ചോദിക്കുന്നതിനൊക്കെ. അപ്പം നോറയെ വിളിച്ചത് നോറയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാസ്മിൻ നോറയെ വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വന്നപ്പോൾ തന്നെ ജാസ്മിൻ ചോദിച്ചു ചിരിക്കാൻ അറിയാവോ? അപ്പോൾ പറഞ്ഞാൽ അറിയാം. എന്നാൽ പിന്നെ എന്താ ചിരിക്കാത്തത്? ജാസ്മിനെ എന്നെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് നോറ ചിരിക്കാതെ മറ്റുള്ളവരെ കാണുമ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണോ നോറ ഇതാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നോറ ചിരിച്ചുകൊണ്ട് ഹ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലാകത്തതിന് ഇപ്പം എനിക്ക് എന്ത് ചെയ്യാനാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഗബ്രി ആണെങ്കിൽ ജിൻഡോയാണ് വിളിക്കുന്നത്. ജിൻഡോയെ വിളിച്ചിട്ട് തർക്കുത്തരം പറയണം. അപ്പം അത് ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല തമാശയായിട്ട് ജിൻഡോ ചിരിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ഗബ്രി ചോദിക്കും നിങ്ങൾക്ക് ആരെയാണ് ഇവിടെ ഇഷ്ടം? അപ്പം ജിൻഡോ പറയും നിന്നെയാടാ എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കുത്തരം പറയുന്നുണ്ട് നല്ല രീതിയിൽ. എന്താ അതൊരു രസമൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അതിനുശേഷം പിന്നെ ജിൻഡോ അപ്സരയെ വിളിക്കുന്നു. അപ്സരയെ കൊണ്ട് പഴഞ്ചൊല്ലിൽ കൂടെ മറുപടി പറയിപ്പിക്കുന്നു. അത് രസകരമായിട്ട് ചെയ്തു. പിന്നെ അപ്സര ഋഷിയെ കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നു. പിന്നെ ശരണ്യ ജാസ്മിനെ വിളിച്ചിട്ട് ശരണ്യ അൻസിബയെ കൊണ്ട് അനുകരിക്കുന്നു. മറ്റൊരാളെ അനുകരിക്കും. ജാൻമണിയായിട്ട് ശരണ്യ ജാസ്മിനെ തന്നെയാണ് വിളിക്കുന്നത്. ജാസ്മിനെയാണ് ശരണ്യ സെലക്ട് ചെയ്യുന്നത്. ജാസ്മിനെ കൊണ്ട് വേറൊരാളിട്ട് ജാൻമണിയായിട്ട് അഭിനയിക്കുന്നു. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാൻമണിയെ പോലെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ. പിന്നെ ശ്രീരേഖയാണ് അൻസിബയെ വിളിക്കുന്നത്. അൻസിബയെ വിളിച്ചിട്ട് അൻസിബയ്ക്ക് ഒരു വിളിപ്പേര് അന്നത്തെ ദിവസം മുഴുവൻ ആ വിളിപ്പേരിട്ട് കുട്ടുമണി എന്നാണ് പറഞ്ഞിട്ട് ആ പേര് വിളിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നോറയാണ്. നോറ നേരെ വിളിക്കുന്നത് ഈ കുട്ടുമണി ഇതോടൊക്കെ ഈ ടാസ്ക് കഴിഞ്ഞു. ഇതിന് ശേഷം കാണിക്കുന്നതാണ് നോറ നേരെ ബാത്റൂം ഏരിയയിലേക്ക് പോകണേ. ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞ സമയത്ത് നോറ നേരെ ബാത്റൂം ഏരിയയിലേക്ക് പോകണേ റസ്മിനുമായിട്ട്. എന്നിട്ട് റസ്മിനോട് സംസാരിക്കുകയാണ്. എന്താണ് എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഓളുടെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും രണ്ടാണ്. ജാസ്മിൻ്റെ ഫുൾ കുറ്റാണ് പറയുന്നത്. നോറയ്ക്ക് നോറയെ വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നോറ ഇമോഷണലി
ഈ ഇമോഷണലി ആണ് കൂടുതൽ ഗെയിം കളിക്കുന്നതെന്നാണ് ജാസ്മിൻ പറയും. ഇവൾ ആരാണ് എന്നെ ഇമോഷണലി വീക്കാന്ന് പറയാൻ? ഇവൾ ആരാണ്? എൻ്റെ അവളുടെയും ക്യാരക്ടർ ടോട്ടലി ഡിഫറൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നോറ ഇങ്ങോട്ട് തുടങ്ങി. ഇത് നോറ തന്നെ പ്രൂവ് ചെയ്യാണ് ശരിക്കും നോറ ഇമോഷണലി വീക്കാണ്. ഒരാൾ നോറയുടെ പേര് പറയുകയാണെങ്കിൽ ടാസ്കിൽ അല്ലെങ്കിൽ നോമിനേഷനിൽ നോറയുടെ പേര് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നോറ അവിടെ കരഞ്ഞങ്ങടാക്കും. അതേപോലെ തന്നെ ഇപ്പം ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും അങ്ങനെ ആർക്കും എന്തും പറയാനുള്ള ചെണ്ടകളായിട്ടാണ് ജാസ്മിൻ ഗബ്രി അവിടെ ഉള്ളത്. അവരെ ആരെന്തും പറയും. പക്ഷെ അവരത് അവർ നല്ല ഗെയിമേഴ്സാണ്, ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ നോറ, ഋഷി ഇങ്ങനെയുള്ള ആൾക്കാരെ അവരെ ആരും ഒന്നും നോമിനേറ്റ് ചെയ്യാനോ അവരുടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എടുത്തു പറയാനോ ആരും ചെയ്യരുത്. അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരു വ്യക്തിയാണ് ജാൻമണിയെ പറ്റിയും ആരും ഒന്നും പറയരുത്. ജാൻമണിക്ക് ഭയങ്കര ഹേർട്ടാവും. ജാൻമണി അന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ജാൻമണി അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയത് അറിയാലോ. ഗബ്രിയും ജാൻമണിയും കൂടെ സംസാരിച്ചപ്പോൾ ജാൻമണിയെ പറ്റി ഗബ്രി പറഞ്ഞതിനെതിരെ ജാൻമണി അവിടെ ഉണ്ടാക്കാത്ത പുകിലില്ല. ഇവർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. അതേപോലെ തന്നെ ആരും ഒന്നും പറയരുത്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അതിനുശേഷം എന്നിട്ട് റസ്മി പറയുന്നുണ്ട്, നീ നല്ല മറുപടി അവൾക്ക് കൊടുത്തു, നീ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു കേട്ടോ, നീ ഹാൻഡിൽ ചെയ്തു മിടിക്കിയിട്ട്, നീ നല്ല റിപ്ലൈ ആണ് അവൾക്ക് കൊടുത്തത്, നീ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് റസ്മി ഇങ്ങനെ തള്ളി വിടുന്നുണ്ടായിരുന്നു, നോറേനെ പൊക്കി വിടുന്നുണ്ടായിരുന്നു. നോറ അവിടെ നിന്നിട്ട് പേര് ഡാഷ് എന്തൊക്കെയോ പറയുന്നു. അങ്ങനെയായിരുന്നു നോറയുടെ ഒരു കാര്യം. പിന്നെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടന് പിന്നെ അവർക്കൊരു ഗെയിം കൊടുത്തു. വെറുതെ ഒരു ഗെയിം, ഉരുട്ടി മധുരം എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് ഉരുട്ടിയിട്ട് അവരെ കുറച്ച് ജ്യൂസിൻ്റെയും കെച്ചപ്പും പിന്നെ അങ്ങനെയൊക്കെ സോസൊക്കെ വെച്ചിട്ട് കുറച്ച് ഗ്ലാസ്സിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ക്രീം ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഉരുട്ടി അതിൽ ഇടുക. ഏതിലാണോ വിടുന്നത് അതിന് പോയിൻ്റ് ഉണ്ട്, ഏത് ഗ്ലാസ്സിൽ വീണാൽ അതെടുത്ത് കഴിക്കുക. അങ്ങനെ അത് അർജുൻ്റെ ടീമാണ് അതിൽ ചെയ്യുന്നത്. അവർക്കൊരു ഒരു ഗിഫ്റ്റും കിട്ടുന്നുണ്ട്. അതൊരു മാല പോലത്തെ ഒരു ഗിഫ്റ്റ്. അങ്ങനെയായിരുന്നു അതിന് ശേഷം വരുന്നതാണ് പിന്നെ ലാലേട്ടൻ പറഞ്ഞു ഇവിടെ വിസിബിൾ ആയിട്ടുള്ളവരും ഇൻവിസിബിൾ ആയിട്ടുള്ള ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സേഫ് ഗെയിമേഴ്സ് ആരാണെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അതിൽ ഗബ്രിയോട് ചോദിച്ചപ്പോൾ ഗബ്രി പറയുന്നത് ശ്രീതു, ശരണ്യ, അൻസിബ എന്നൊക്കെയാണ്. അവരുടെ 3 പേരുടെ പേരാണ്. ശരിയാണ്, അവർ സേഫ് ഗെയിമേഴ്സ് തന്നെയാണ്. അവരങ്ങനെ വിസിബിളായിട്ട് അങ്ങനെ കാണാറില്ല. പക്ഷേ ഗബ്രി അവിടെ ഒരു ഷുവർ കോട്ടിങ് വഴിയാണ് സംസാരിക്കുന്നത്. ഗബ്രി ഓപ്പണായിട്ട് പറയുന്ന ആളാണ്, പക്ഷേ ശ്രീതു, അൻസിബ, ശരണ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗബ്രി പുറകോട്ടൊന്ന് കുറച്ച് വലിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഞാൻ അവരുടെ കുറ്റമായിട്ട് പറയുന്നതല്ല, അവർ മുൻപോട്ട് വന്ന് കളിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറായിരിക്കും, അങ്ങനെയൊന്നും പറയണ്ട, ഇവർ മുന്നോട്ട് വരുന്നില്ല പറഞ്ഞു, അവിടെ കഴിഞ്ഞു. ലാലേട്ടൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ആണ് ഗബ്രി സംസാരിച്ചത്. പിന്നെ ഋഷിയോട് ചോദിക്കുന്നത്, ഋഷിയും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെയൊക്കെ പേര് തന്നെയാണ് പറയുന്നത്. ഋഷി വന്നിട്ട് ഞാൻ ശ്രീധുവിനെയും ശരണ്യയും തന്നെയാണ് പറയുന്നത്. അതിനു മുമ്പ് ശരണ്യയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ശരണ്യ ഇത് ശരിയാണോ? അപ്പോൾ ശരണ്യ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഇടി ബഹളം ഉറക്കെ സംസാരിക്കുക ഇതൊന്നുമല്ല, അതിലെല്ലാം ഉണ്ട്, ഗെയിമുണ്ട്, അഭിപ്രായമുണ്ട്, ഫൺ എലമെൻ്റ് ഉണ്ട്, ഇതുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാം കൂടെ ചേർന്നതാണ്. അവരൊരു വ്യക്തിയുടെ പേരെടുത്ത് പറയുന്നത്. അതുപോലെ ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീധു എന്താണ്? അപ്പോൾ ശ്രീധു പറയുന്നത് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നുമല്ല, സംസാരമല്ല, ഫൈറ്റല്ല, എല്ലാം വേണം എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ളത്? അത് ഋഷിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ അവിടെ ഇരിക്കും. അപ്പോൾ ഋഷിയോട് ചോദിക്കുമ്പോഴാണ് ഋഷി പറയുന്നത് ശ്രീധുവും ശരണ്യയും തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അത് ഓക്കെയാണ്. ശ്രീധുവും ശരണ്യൊക്കെ തന്നെ പുറകോട്ട് തന്നെ നിൽക്കുന്നവരൊക്കെ തന്നെയാണ്. പിന്നെ ശ്രീരേഖയോടാണ് ചോദിക്കുന്നത്. ശ്രീരേഖയോട് ചോദിക്കുമ്പോഴത്തേക്കിനും ശ്രീരേഖ ഒരു
പേഴ്സണൽ ഗ്രഡ്ജ് പോലെ തന്നെ സംസാരിച്ചിട്ടാണ് ഫീൽ ചെയ്തത്. അൻസിബ ഇൻവിസിബിൾ ആണ്, പക്ഷേ ശ്രീരേഖ പറയുന്നത് അൻസിബയോട് ചോദിച്ചപ്പോൾ അൻസിബ അങ്ങനെ പറഞ്ഞു, അൻസിബ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് അൻസിബ ക്യാപ്റ്റൻ ആയപ്പോൾ ക്യാപ്റ്റൻ്റെ അധികാരം വെച്ച് സംസാരിച്ചു. ഇപ്പോൾ ഒരു ഇഷ്യൂ സംസാരിക്കാൻ ചെന്നപ്പോൾ അതിപ്പോൾ ഒരു വഴക്കിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് വിട്ടു. അതിനുശേഷം ജാൻമണിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ജാൻമണിയുടെ റൂമിൽ ചെന്നപ്പോൾ അൻസിബ ഞങ്ങളോട് എല്ലാവരോടും ഇറങ്ങി പോകാൻ പറഞ്ഞു. ക്യാപ്റ്റൻ്റെ പവർ വെച്ച് പറഞ്ഞു എല്ലാവരോടും ഇറങ്ങി പോകാൻ, ഞങ്ങളവിടെ സംസാരിക്കേണ്ടതായിരുന്നു തോന്നി എന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രീരേഖ പറയുന്നത്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നത് ജാസ്മിനോടാണ്. ജാസ്മിൻ കറക്റ്റ് പറഞ്ഞു. അതായത് ആരൊക്കെയാണ്, അത് ജാസ്മിൻ അല്ല കേട്ടോ, അൻസിബയോടാണ് ചോദിക്കുന്നത്. അൻസിബ ഇങ്ങനെ അപ്പോൾ അൻസിബ ക്ലിയറായിട്ട് പറയുന്നേ ഇല്ല. ശരി, അൻസിബ പറയുന്നത് ഇവിടെ എല്ലാവരും വിസിബിൾ തന്നെയാണ്, ആരും ഇൻവിസിബിളായിട്ടില്ല. കാരണം എല്ലാവരുടെയും ഇങ്ങനെ വിസിബിളായി വരുന്നതേ ഉള്ളൂ, കൂടുതൽ മുന്നോട്ട് പോകുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ അവിടെ ഇരിക്കുമോ. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ആരൊക്കെയാണ്, ജാസ്മിൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് യമുനയെ തോന്നുന്നുണ്ട്, ശരണ്യ, ശ്രീതു, അൻസിബ, പിന്നെ അർജുൻ, ഋഷി ഒക്കെ എല്ലാവരുടെയും പേര് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു വെരി ഗുഡ് എന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു വെരി ഗുഡ് എന്ന് പറയുന്നു. അപ്പോൾ ജാസ്മിനോട് പറഞ്ഞു, ജാസ്മിന് സന്തോഷമായി അത് കേട്ട്. അത് കഴിഞ്ഞ് നോറയോട് ആണ് ചോദിക്കുന്നത്. നോറയോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ ആദ്യത്തെ ടാസ്കിൽ നോറയുടെ പേര് പറഞ്ഞത് കൊണ്ട് ജാസ്മിൻ ഗബ്രി എന്നൊക്കെയാണ് പറയുന്നത്. ആരും പേഴ്സണൽ ഇതാണ്. അവർ ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നു, ഇപ്പോൾ അവർക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ അർജുനോട് ചോദിക്കുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട് ജാസ്മിൻ ആദ്യം വന്ന സമയത്ത് അർജുനല്ല, അപ്സരയോടെയാണ് ചോദിക്കുന്നത്. അപ്സര വന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിന് പഴയ ആ ഒരിത് ഇപ്പോൾ കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ശരണ്യ, ഋഷി ഇവരൊക്കെ പ്രതീക്ഷിച്ച പോലെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്സരയ്ക്ക് ശേഷം പിന്നീട് റസ്മിനോട് ചോദിക്കുന്നുണ്ട്. റസ്മിൻ അതുപോലെ തന്നെ പറയുന്നുണ്ട് അർജുൻ, ശ്രീതു, ശരണ്യ അവരുടെയൊക്കെ പേര് തന്നെയാണ് പറയുന്നത്. പിന്നെ ജാസ്മിൻ ഒക്കെ ആദ്യം വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഫയർ ഇപ്പോൾ ഇല്ല, പല കാര്യങ്ങളും ഇടപെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണ്. പിന്നെ ശ്രീതു ശരണ്യ ഇതിന് റിപ്ലൈ കൊടുക്കുന്നു. ശരണ്യ പറയുന്നുണ്ട് ഞാൻ ടോട്ടോയ്സ് മാതിരിയാണ്, ഞാൻ ഇങ്ങനെ പതിയെ വരാനുള്ള സമയമില്ല ഇതിനൊന്നും. ഇതിപ്പോൾ ഓരോരോ ആഴ്ചയിലും ഔട്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്, നോമിനേഷനിൽ വന്ന് ഔട്ടായിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ 100-ാം ദിവസം കളിക്കാമെന്ന് വിചാരിച്ചിരുന്നാലൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്കങ്ങനെ കാണണ്ട. ഇവരെയൊക്കെ വെറുതെ ഇരുന്ന് നിങ്ങൾ കാണാനാണെങ്കിൽ ഇവർക്കൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോരെ, ഇവരെന്തിനും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു റിപ്ലൈ എനിക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല. അതുപോലെ തന്നെ ജാൻമണി പറയുന്നുണ്ട് ശ്രീതു ഭയങ്കര സ്വീറ്റാണ്, ശ്രീതു അങ്ങനെ ഇതൊക്കെ ഉള്ള രീതിയിൽ ശ്രീതുവിനെ പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അത് എന്തായാലും അത്യാവശ്യം അത് ലാലേട്ടൻ അങ്ങനെ ആ ഒരു എടുത്തിട്ടത് നന്നായി. കാരണം കളിക്കുന്നവരും കളിക്കാത്തവരും വീട്ടുകാർക്ക് അവർക്ക് തന്നെ അവരെ എക്സ്പോസ് ചെയ്യാനുള്ളൊരു അവസരമായിരുന്നു. അതായത് വീട്ടുകാർ തന്നെ അതിലുള്ളവരെ എടുത്ത് പുറത്തേക്കൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അതിനുശേഷം പവർ ടീമിൽ ലാലേട്ടൻ പറയുന്നുണ്ട് പവർ ടീം ഒന്ന് ചേഞ്ച് ആക്കണം. അതായത് ഒരു പവർ കൂടുതലായിട്ട് ഒരാളെയും കൂടെ ആക്കണം എന്ന് പറയുന്നത്. ജിൻഡോയ്ക്ക് തീരെ താല്പര്യമില്ല പവർ ടീമിലേക്ക് വേറൊരാളും കൂടെ. ഇവർ രണ്ടാളും മാത്രം മതി, ജിൻഡോയുടെ സർവ്വാധികാരം അവിടെ നടന്നാൽ മതി എന്നാണ് ജിൻഡോയ്ക്ക്. പക്ഷേ റസ്മീനും ഒരാളെ കൂടെ വേണം എന്ന് തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ജിൻഡോ സമ്മതിക്കും. അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ജിൻഡോയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന്. റസ്മിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഒരാൾ മനസ്സിലാവുന്ന ഒരാൾ കൂടി വേണം ലാലേട്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജിൻഡോ അവിടെ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരാണ്, ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഇതായിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഗെയിമാണെന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ എടുത്തൊക്കെ പറയുന്നുണ്ട് ലാലേട്ടനോട്. അതിനുശേഷം പറഞ്ഞു ലാലേട്ടൻ തന്നെ പറഞ്ഞു അല്ല ഒരാൾ കൂടി വേണം, എന്നാലേ നമുക്കൊരു ഭൂരിപക്ഷ തീരുമാനം വേണം. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ഒരാൾ പറഞ്ഞു ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല, അതൊരു ഭൂരിപക്ഷ തീരുമാനമല്ല, രണ്ടുപേരുടെ ഇത് മാത്രമാണ്. അപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും ആൻസർ വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരാളെ കൂടെ ഇടാം. അങ്ങനെ അവർ ടീമിൽ നിന്നും ഓരോരുത്തരെ എടുക്കാൻ 3 ടീമിൽ നിന്നും ഒരാളെ എടുക്കാൻ തീരുമാനിക്കുന്നു ഓരോരുത്തരെ വെച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ടീമിൽ നിന്നും യമുന പറയുന്നു യമുന ഓക്കെയാണ്, അവർ വരാമെന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു യമുനയ്ക്ക് പവർ വേണം എന്നാണ്. പവർ
പവർ റൂമിൽ ഇരുന്ന് പവറോടുകൂടി പോകണമെന്നാണ് യമുനയുടെ ആഗ്രഹം. പക്ഷേ ലാലേട്ടൻ അപ്പം തന്നെ പറഞ്ഞു അല്ല ബാക്കിയുള്ളവരും കൂടെ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അപ്പോൾ ഗബ്രിയോട് ചോദിക്കുന്നു, ജാസ്മിനോട് ചോദിക്കുന്നു, ജാസ്മിൻ അങ്ങനെയാണ്. അപ്പോൾ ജാസ്മിന് താല്പര്യമില്ല. പിന്നെ പറയുന്നത് ജാസ്മിൻ ഇവരൊന്ന് സ്പ്ലിറ്റ് ആണോന്ന് ജാസ്മിന് താല്പര്യമുണ്ട്. ജാസ്മിൻ ആ ഒരു ഇതവിടെ എടുത്തിടുന്നുണ്ട്. അത് സ്പ്ലിറ്റായിട്ട് 2 രീതിയിൽ ഗെയിം കളിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ജാസ്മിൻ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഗബ്രിയോ അല്ലെങ്കിൽ ജാസ്മിനോ അവിടേക്ക് പോകുന്നതിന് ജാസ്മിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി അതിനെ തടയുന്നുണ്ട്. അപ്പം തന്നെ ഗബ്രിക്ക് പോകണമെന്ന് താല്പര്യമില്ല. യമുനച്ചി ആയാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല എന്നുള്ള രീതി. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരാ, ഗബ്രിയുടെ അഭിപ്രായം പറയാം. ജാസ്മിൻ പോകുന്നതിന് താല്പര്യമില്ല, അപ്പോൾ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല എന്ന് ഗബ്രി അവിടെ ഗബ്രിയെ കൊണ്ട് പറയിപ്പിച്ചു ലാലേട്ടൻ. അതിനുശേഷം അവർ തീരുമാനിച്ചു യമുനേനെ പിന്നെ അപ്സരയുടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ശ്രീധുവിനെ, പിന്നെ അർജുൻ്റെ ടീം അർജുൻ ഋഷിയിൽ നിന്ന് അർജുനെ കൂടെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് പവർ ടീം സംസാരിച്ച പവർ ടീമിന് ഒന്നുകിൽ യമുനെ എടുക്കാം, അല്ലെങ്കിൽ ശ്രീതു അല്ല ശരണ്യായിരുന്നു കേട്ടോ. ശരണ്യനെ എടുക്കാം എന്നുള്ള ഒരിതാണ് ജിൻഡോയ്ക്ക്. കാരണം ജിൻഡോ അവിടെ ഹൈയിൽ നിൽക്കും, അവർ ജിൻഡോയുടെ അണ്ടറിൽ വരെ നിർത്താം എന്നുള്ള പ്ലാനാണ് ജിൻഡോയ്ക്ക്. റസ്ബീൻ പറയുന്നു അല്ല അർജുൻ മതി, അർജുൻ ആകുമ്പോഴത്തേക്കും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ ക്യാമ്പയിൻ പോലെ സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു അർജുൻ പറയും ഞാൻ നിഷ്പക്ഷമായിട്ട് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് റസ്ബീൻ പറയുന്നു നമുക്ക് അങ്ങനെ ഒരാളാണ് വേണ്ടത്, അപ്പം ആരോടും പ്രത്യേകം ഇതൊന്നും ഇല്ലാത്തൊരാളാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആണ് അർജുനെ അവർ തീരുമാനിക്കുന്നത്. അർജുൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇവർ പറഞ്ഞു അർജുനെ എടുത്തു. ജിൻഡോയ്ക്ക് പവർ ടീമിലേക്ക് ഒരാൾ വരുന്നതിന് താല്പര്യമില്ല. അത് വരുവാണെങ്കിൽ ജിൻഡോയെക്കാട്ടിലും വീക്കായിട്ടുള്ള ഒരാൾ, ജിൻഡോയെക്കാട്ടിലും റസ്മിനെക്കാട്ടിലും വീക്കായിട്ടുള്ള ഒരാൾ വരാൻ തന്നെയാണ് ജിൻഡോയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ബിഗ് ബോസിൽ ലാലേട്ടനും കൂടെ പൊട്ടിച്ചം കൊടുത്തിട്ടുണ്ട്. പിന്നെ റസ്മിനും ബാക്കിയുള്ള ടീമും കൂടെ എല്ലാവരോടും ചേർന്ന് അങ്ങനെ ഇപ്പോൾ അർജുൻ പവർ ടീമിലായിട്ടുണ്ട്. അർജുനും ജിൻഡോയും റസ്മിനുമാണ് ഇപ്പോൾ പവർ ടീമിലുള്ളത്. അപ്പോൾ ഈ ആഴ്ച ഇവരുടെ 3 പേരുടെയും കൂടെ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ജിൻഡോ ഏത് വഴിക്ക് പോകുമെന്നറിയാം. അർജുനും റസ്മിനും കൂടെ ഒരുമിച്ച് പോവുമോ, ജിൻഡോ ഇവരുമായിട്ട് ചേരുമോ, അല്ലെങ്കിൽ ജിൻഡോയുടെ ഗെയിമിനെ ഇവരെ പൊട്ടിക്കുമോ, എന്താ നമുക്ക് കണ്ടറിയാം. ജിൻഡോ എങ്ങനെ ഇവരെ പ്രതിരോധിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതിനുശേഷം വരുന്നതാണ് പിന്നെ ഒരു ശോകാവസ്ഥയാണ്. അതായത് ഗബ്രിയുടെ ഗബ്രിയുടെ പിണക്കം, കരച്ചിൽ എന്ന് പറയും. ഗബ്രി എന്തിനാണ് ഗബ്രി ഇവിടെ വന്നത്? ഗബ്രി ജാസ്മിനെയൊക്കെ ഗെയിം കളിക്കാൻ വന്നവരാണ്. ജാസ്മിൻ എന്ന വ്യക്തിനെ അങ്ങനെ ജാസ്മിൻ ലാലേട്ടനോട് ഇവർ സെപ്പറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞത് ഇവർ തമ്മിലുള്ള കോംബോ, ആ ജാസ്മിൻ്റെ ഒരു ഗെയിമിനെ ഗബ്രി ഇവിടെ പാടെ കട്ട് ചെയ്യുകയാണ്. ജാസ്മിനോട് പിണക്കം എന്തൊക്കെയോ കാണിക്കും, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടികളെ പോലെ, ചെറിയ കുട്ടികളെ പോലെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ.